ഹലോ, നമസ്കാരം. ഞാൻ സൽമ. ഞാനിന്നിവിടെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ സ്പഗറ്റി കാസറോൾ. വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ സ്പഗറ്റി കാസറോൾ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കണം. ഇതിനുവേണ്ടി നമ്മൾ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചിക്കൻ ഈ വലിയ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിന്നിവിടെ ഹോൾ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 2 കിലോ ഉള്ള ഹോൾ ചിക്കൻ. ഇത് തൊലിയോടുകൂടി തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഈ ചിക്കനിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇത് ഈ ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നീട് ബേ ലീഫ്. ഇതെൻ്റെ ഫ്രഷ് ബേ ലീഫ് കിട്ടില്ല, ഡ്രൈ ആയിട്ടുള്ള ബേ ലീഫാണ്. 2 ബേ ലീഫ് ഇതിലോട്ടിട്ട് കൊടുക്കുക. അര ടീസ്പൂൺ സീസൺ സോൾട്ട് ഇതിലോട്ടിട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലോട്ടിനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ചിക്കൻ മുങ്ങിക്കിടക്കത്തക്ക വിധത്തിൽ വെള്ളം ഒഴിക്കണം. ഇപ്പോൾ 4 കപ്പ് ഞാൻ ഒഴിച്ച്, ഇനി ടോട്ടലായിട്ട് 8 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഈ ചിക്കൻ നമുക്കിനി കുക്ക് ചെയ്യാം. ഈ ചിക്കൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളയ്ക്കണം. ആദ്യം തിളച്ചതിന് ശേഷം നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് 30 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കണം. ചിക്കൻ ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതിനെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ചിക്കൻ ബോണിൽ നിന്നും നന്നായിട്ട് ഇളകുന്നത് വരെ ഇത് കുക്ക് ചെയ്യണം. ചിക്കൻ നല്ല ടെൻഡർ ആൻഡ് ജ്യൂസി ആയിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ കോരി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ചിക്കൻ നന്നായിട്ട് വെന്ത് ബോണിൽ നിന്നൊക്കെ ഇളകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ചിക്കൻ്റെ ബ്രോത്ത് നമുക്ക് കാസറോളിലോട്ട് ഒഴിക്കാനായിട്ട് നമുക്ക് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കാം. കൈ പൊള്ളാതെ സൂക്ഷിക്കണേ. ഇനി നമുക്ക് സ്പഗറ്റി ഈ ചിക്കൻ ബ്രോത്തിലോട്ടിട്ട് കുക്ക് ചെയ്യാം. സ്പഗറ്റി ഞാൻ 2ആയിട്ട് മുറിച്ചാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഈ ബ്രോത്തിലോട്ട് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. സ്പഗറ്റി ഒത്തിരി വെന്ത് പോലെ 3/4 ഭാഗത്തോളം വെന്താൽ മതി. ഈ ചിക്കൻ്റെ ബ്രോത്തിൽ കുക്ക് ചെയ്യുന്നത് കൊണ്ട് സ്പഗറ്റിക്ക് നല്ല ചിക്കൻ്റെ ഫ്ലേവർ കിട്ടും. സ്പഗറ്റി ഇപ്പോൾ 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. കണ്ടോ? നമുക്കിതിനെ ഡ്രെയിൻ ചെയ്തെടുക്കാം.
ഇത് നമ്മൾ ഡ്രെയിൻ ചെയ്തെടുത്ത സ്പഗറ്റിയാണ്. നമ്മുടെ ചിക്കൻ ഇപ്പോൾ തണുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയും എല്ലും കളഞ്ഞ് വലിയൊരു ബൗളിലോട്ട് നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് അടർത്തിയിടാം. ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ തൊലി കളഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ പീസുകളായിട്ട് അടർത്തി ഈ ബൗളിലോട്ടിടുക. നിങ്ങൾക്ക് മുഴുവനായുള്ള ചിക്കൻ തന്നെ എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിക്കൻ്റെ പീസ് ഇതുപോലെ വേവിച്ചെടുത്തതിന് ശേഷം ചെറിയ ചെറിയ പീസുകളായിട്ട് അടർത്തി ഇട്ടാൽ മതി. ഈ ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള, ഒരു സവോളയാണ് ഞാൻ ഡൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇതിട്ട് കൊടുക്കാം. അടുത്തതായി നമ്മൾ ഡൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ ബെൽ പെപ്പർ, ഒരു ഗ്രീൻ ബെൽ പെപ്പറാണ് എടുത്തിരിക്കുന്നത്, അതിട്ട് കൊടുക്കാം. അടുത്തതായി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റെഡ് ബെൽ പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സീസൺ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ സീസൺ സോൾട്ടാണ് ഞാൻ ഇന്നിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി ചതച്ച വറ്റൽ മുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഇതിലോട്ടിനി ഞാൻ 3 കപ്പ് ഷ്രെഡ് ചെയ്ത ചീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് 2 കപ്പ് ഷ്രെഡഡ് ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കപ്പ് നമുക്ക് കാസറോളിൻ്റെ ടോപ്പിലോട്ട് ഇടാൻ വേണ്ടി മാറ്റി വയ്ക്കുകയാണ്. അടുത്തതായി ക്രീം ഓഫ് മഷ്റൂം സൂപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിന്നിവിടെ 2 ക്യാൻ 10.5 ഔൺസിൻ്റെ 2 ക്യാൻ ക്രീം ഓഫ് മഷ്റൂം സൂപ്പാണ് എടുത്തിരിക്കുന്നത്. അടുത്തതായി നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ ബ്രോത്തിൽ നിന്നും കുറേശ്ശെയായിട്ട് ഇതിലോട്ടൊഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്ത് നോക്കണം. ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ വറ്റൽമുളക് ചതച്ചത് 1 ടീസ്പൂണാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് വറ്റൽമുളകിൻ്റെ അളവും കുരുമുളക് പൊടിയുടെ അളവും അഡ്ജസ്റ്റ് ചെയ്യുക. ഞാനിന്നിവിടെ 1/2 കപ്പ് ചിക്കൻ ബ്രോത്താണ് ഒഴിച്ചിരിക്കുന്നത്. ഇതിപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. അടുത്തതായി നമുക്ക് കുക്ക് ചെയ്ത സ്പഗറ്റി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ കാസറോൾ മിക്സ് ഒരു ബേക്കിംഗ് ഡിഷിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനു വേണ്ടി ഞാനിന്നിവിടെ ഒരു ഗ്ലാസിൻ്റെ ബേക്കിംഗ് ഡിഷാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് കുറച്ച് ഒലിവ് ഓയിൽ തടവി കൊടുക്കാം. ഞാനിന്നിവിടെ നോൺ സ്റ്റിക്കിൻ്റെ കുക്കിംഗ് സ്പ്രേ ആണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കിതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ബേക്ക് ചെയ്യുമ്പം ഇതിൻ്റെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഓയിൽ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഈ കാസറോൾ മിക്സിന് ബേക്കിംഗ് ഡിഷിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരുപോലെ ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കണം. ഇത് 8 തൊട്ട് 10 പേർക്ക് സെർവ് ചെയ്യാനുള്ള മീലുണ്ടാവും.
ഇതിൻ്റെ ടോപ്പിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാഴ്സലി കുറച്ച് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ടോപ്പിലോട്ട് ബാക്കിയുള്ള 1 കപ്പ് ചീസ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഫോയിൽ ചെയ്യണം. ഇത് നമുക്ക് 350 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലോട്ട് വയ്ക്കാം. ഇപ്പം 45 മിനിറ്റ് ആയി. ഓവൻ ഓഫ് ചെയ്തിട്ട് നമുക്ക് കാസറോൾ എടുക്കാം. ഇത് നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ അടിപൊളി ചിക്കൻ സ്പഗറ്റി കാസറോൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.